നമ്മൾ എത്ര ആൾക്ക് സുവിശേഷം കൊടുത്തിട്ടുണ്ട്, എത്ര ആളെ നമ്മൾ ഈശോയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. 2.5% ഉണ്ടായ ക്രിസ്ത്യാനികൾ ഇപ്പോഴും 2.5% താഴെയായിക്കൊണ്ടിരിക്കുക. പ്രകാരം പറയുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഞാൻ നല്ല ഓട്ടോടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കട്ടെ എന്ന്. ഇത് പറഞ്ഞിട്ടാണ് വൈദികൻ ഒരു പുഷ്പ കിരീടമെടുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ വയ്ക്കുന്നത്. കള്ള് ഷാപ്പിൽ നിരന്തരം കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ തലയുടെ മേലും ഇത് വെച്ചിട്ട് ആ പുരോഹിതൻ പറയുന്നത് അല്ലേ. അത് ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്ന മനുഷ്യരെന്ത് പറയും? ഒരു നന്മയും ചെയ്യാത്ത, ഒരു ഉപകാരം ചെയ്യാത്ത, ഒരു സുവിശേഷം കൊടുക്കാത്ത, സുവിശേഷം അനുസരിച്ച് ജീവിക്കാത്തവൻ്റെ ശവസ്കാര ശുശ്രൂഷയ്ക്ക് പോലും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് പ്രതിഫലം നൽകുന്നത് ആരാണെന്ന് വെച്ചാൽ ദൈവമായ കർത്താവാണ്. ദൈവമായ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിരീടം കിട്ടുമോ, കിരീടം കിട്ടില്ലേ? നമ്മൾ സ്വർഗത്തിലായിരിക്കുമോ, നരകത്തിലായിരിക്കുമോ, നമ്മൾ എവിടെയായിരിക്കും, ഏതവസ്ഥയിലായിരിക്കുമെന്ന് അവിടെ നിന്നാണ് അത് സ്ഥിരീകരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നമ്മൾ ഒരിക്കലും അത്ര കാര്യമായിട്ട് യേശുവിനെക്കുറിച്ച് പഠിക്കുന്നില്ല. നമ്മൾ പിള്ളേർ, നമ്മുടെ ഈ യുവാക്കൾ എത്രയോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ആരെങ്കിലും യേശുവിനെക്കുറിച്ച് പഠിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടുണ്ടോ? ഇല്ലല്ലോ. ഫ്രാൻസിസ് മാർപ്പാപ്പ, ബെനഡിക്റ്റ് മാർപ്പാപ്പ, ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്കും പറയുന്ന പ്രകാരമാണ്, ഞാൻ യേശുവിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചാൽ തീരാത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ് യേശു ക്രിസ്തു. അല്ലേരിയ.